നീ ഇന്നലെ ചോദിച്ച ചോദ്യം ആമിയോട് പോലീസ് മൻസൂർ കാസർഗോഡിന്റെ ലേഡി ഗിഫ്റ്റർമാർ അവിടെ ഗിഫ്റ്റ് അടിക്കുന്നത് വഴുതനങ്ങ കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഇതേ ആമിന്റെ ഉമ്മയും എനിക്ക് ഗിഫ്റ്റ് അടിച്ചിരുന്നു. ആമി തന്നെയാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. എന്താണ് നിനക്ക്? അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, ആരും ഒന്നും വിചാരിക്കരുത്. ഞാൻ തെറിയനാണ്. ഞാൻ തെറി വിളിക്കുന്നത് ഞാൻ വെച്ചാൽ കേൾക്കാനാണില്ല. ടിക്ടോക്ക് 8 വർഷം ഉപയോഗിക്കുന്നത്. യവനെപ്പോലത്തെ പട്ടി തായോളികൾ, പോലീസ് മൻസൂറിനെ പോലത്തെ. ഞാൻ 8 കൊല്ലമായി ഈ മൈരനെയും കാണുന്നത്. ഞാൻ വന്ന കാലത്തോട്ട് ടിക്ടോക്ക് കാണുന്നത്. ഇവൻ വണ്ടീൻ്റെ കമ്മീഷൻ വാങ്ങിയിട്ട് വണ്ടി കച്ചവടവും സ്പ്രേ കച്ചവടവും. ഇപ്പോൾ ആരോ ഉണ്ടാക്കി കൊടുത്ത ആരോ അടിച്ചു കൊടുത്ത ഗിഫ്റ്റിൽ ഒരു പെട്ടിക്കൂട് പോലത്തെ സ്റ്റുഡിയോ ഉണ്ടാക്കിയിട്ട് മൈര പട്ടി തായോളി. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ടിക്ടോക്കിൽ ഏറ്റവും വലിയ ഫ്രോഡ് നീയാണ്. ഇവൻ വിളിച്ച് ഓരോ തെറികൾ നോക്ക്. ഈ വിഷയത്തിൽ ചോദിക്കാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ മൻസൂർ, ഐ ആം സോറി. ഫുള്ള് കേൾക്കണം, ഓക്കെ? കേൾക്കുക. പറയൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം സോറി. ഞാൻ ഇതിനെ കുറിച്ച് ഇന്നലെ വളരെ വളരെ മോശമായിട്ട് ഇതിലും ഞാൻ ഖേദിക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് ഇവിടെ ഗിഫ്റ്റ് അടിച്ച അതേ ഫഹിമ, ലേഡി പോലീസ്, ബട്ടർഫ്ലൈ, ഇവരിൽ ഏത് താമരനെ ഇന്ന് തിരഞ്ഞെടുക്കും? നിന്റെ ഉമ്മ നല്ല ചന്തം ഉണ്ടാകും. എടാ തായോളി, നീ ഇപ്പോ ഇതിൽ അവനെ വിളിച്ചതും എനിക്ക് നീ ചോറൊന്നുണ്ടടാ. നീ എന്ത് ലഹരിയാണ് അടിക്കുന്നത്? സ്വന്തം പെറ്റുമ്മാന. അവനും ഉള്ള പോലെ തന്നെ ഒരു ഉമ്മ നിനക്കുണ്ടടാ. പെങ്ങന്മാരുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉളുപ്പുണ്ടടാ പരമച്ചറ്റെ. എടാ തെറി വിളിക്കുന്ന എന്തിനാണ് എനിക്ക്? നീ എല്ലാ ആൾക്കാരെ തെറിയെന്ന് വിളിക്കുന്നില്ലേ? തെറിയെന്തിനാ വിളിക്കുന്നത്? ഒരാൾ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. തെറ്റ് കണ്ടാൽ ആരും തെറി വിളിക്കും. പക്ഷെ നീ വിളിക്കുന്ന തെറിയല്ല. അറിയാം എനിക്ക്. ഈ ലോകത്ത് ഒരാൾ ഒരു ഏറ്റവും വലിയ നമ്മൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ആളാണ് നമ്മുടെ ഉമ്മ. മനസ്സിലായോ? എത്ര വലിയ ഉമ്മ നമ്മളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ചെയ്ത് നമ്മുടെ ഉമ്മ എന്തിനായാലും നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിക്കണം. നീ മദ്രസ പോയിക്കില്ലടാ തായോടി. ഉളുപ്പുണ്ട് നിനക്ക്? നീ എന്താടാ വിളിക്കുന്നത്? നീ വിളിക്കുന്നത് എന്താണെന്നല്ല അറിയാം എനിക്ക്. എത്ര വയസ്സാവും നിന്റെ ഉമ്മാക്ക്? നിന്റെ ഉമ്മാക്ക് എത്ര വയസ്സുണ്ടാവും പറ. ഞാൻ എടുക്കൂല, നമുക്ക് സംസാരിക്കാന്നേ. നിന്റെ ഉമ്മാക്ക് എത്ര വയസ്സുണ്ടാവും? കാണാൻ ഗുണം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം നിന്റെ മുഖവും നിന്റെ കോല നിന്റെ തെരുവിലെല്ലാം കാണുമ്പോ എങ്ങനെയും ഏതെങ്കിലും ചാണം തേച്ച വീട്ടിലായിരിക്കും നീ ജനിച്ചത്. ഈ ചാണം മണക്കുന്ന നിന്റെ ഉമ്മാവുപ്പങ്ങളല്ലോ. നല്ല ഗുണം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു സംഖ്യ അങ്ങ് പറയും, കൊണ്ടുതരാൻ പറ്റുമോ എനിക്ക്? അല്ലല്ല, ബട്ടർഫ്ലൈ അവിടെ തെറി വിളിക്കുന്നുണ്ട്. തെറി വിളിക്കലടാ നിന്നോട് ഞാൻ. എടാ നിങ്ങൾ നന്നാവൂല. പട്ടി തായോളി, നിന്നെ എന്റെ മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അടിച്ചിന്റെ എനിക്ക് 32 ഉണ്ടാകില്ല. എന്റെ കണ്ണടിച്ച് ഞാൻ പൊട്ടിക്കും. നായ പേറക്ക് നീ വിളിച്ച പോലെ വിളിക്കുന്ന എനിക്ക് അറിഞ്ഞു വിളിച്ചില്ല. നിനക്കുണ്ട് ഉമ്മ. ആ ഉമ്മാനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. മൈരേ, നീ എത്ര വലിയ ടിക്ടോക്കർ ആയാലും എത്ര വലിയ പൈസകളായാലും പച്ച പൊലിയാഴ്ചയെ. എടാ മൈര, പോലീസ് മൻസൂറെ, നീ ആണാണെങ്കിൽ നിന്നെ ഞാൻ വിളിക്കുന്നത്. നീ എൻ്റെ കൂടെ ഗെയിം കളിക്കും. ഗിഫ്റ്റ് അടിച്ചിട്ടല്ല, ടാപ്പ് അടിച്ചിട്ട്. ടാപ്പ് ഗെയിമിന് നീ ഉണ്ടോ? ഞാൻ ഗെയിം കളിക്കല്ല. എന്നാൽ എന്നെ പോലത്തെ തായോളിനെ കണ്ടിട്ട് എനക്കൊന്ന് കളിക്കണം തോന്നുന്നു. പട്ടി തായോളി ഉണ്ടാവും എനിക്ക് തോന്നില്ലേ? അപ്പൊ ഒരു ട്രെയിന് കൂടി പോകും ഇല്ലല്ലോ, കുറച്ച് കൂടി പോകും. നിന്റെ ഭാര്യയും കാണാൻ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ നീ തെറിയനാണ്. തെറിയന്റെ മറ്റേ പാഞ്ഞി ഉണ്ടല്ലോ, പാഞ്ഞിന് എന്താ പറയാ? പാഞ്ഞി നമ്മൾ വെള്ളം കോരുന്ന കിണറ്റിലിരുന്ന പാഞ്ഞി പോലെ ഇങ്ങനെ ഉടഞ്ഞിട്ടുണ്ടാവും നിന്റെ വൈഫ്. അതിനും ഒരു ട്രെയിൻ ഒന്നും അടിച്ചു കൊടുക്കാൻ പറ്റൂല. കുടുംബത്തിലെങ്കിലും ഒന്ന് തപ്പിത്തി ഒന്ന് കൊണ്ടുപാടേ നീ. നെക്സ്റ്റ്, ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ട് അങ്ങനെ. എന്നോട് ഒരു ചാണ് അടുത്താൽ ഞാൻ മോഹൻലാൽ വേണ്ട 6-ാം നമ്പറിൽ പറഞ്ഞേക്ക് കൈവിട്ടായതോ വവിട്ട വാക്കും തിരിച്ചെടുക്കാനാവില്ല. മനസ്സൂറായി എനിക്ക് പറ്റെങ്കിലും അവനോട് പൊരുത്തപ്പെടിക്കുക. ആ ഉമ്മാനെ നീ വിളിച്ച അവൻ്റെ കുടുംബത്തിലോ അവൻ്റെ ഭാര്യനോ അവൻ്റെ പെങ്ങളോ അവൻ്റെ മക്കളോ ഒരാളെ നീ ഒഴിവാക്കിയോ? നീ ഈ ഗിഫ്റ്റിന് വേണ്ടിയിട്ടും ഈ ഗെയിമും ഇതല്ല ലോകോ. ഇതിൻ്റെ പുറത്തൊരു ലോകമുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു ലോകോ ഈ ടിക്ടോക്കും ഈ സ്റ്റുഡിയോ എന്നല്ല. ഇതൊരു ആപ്പാണ്. ഇതൊരു മനുഷ്യന് ഉണ്ടാക്കിയ ഒരു ആപ്പ്. ഇതിലേക്ക് അടിപ്പെട്ട് നീ മനസ്സിലാക്കേണ്ടത് നിനക്കൊരു രോഗമാണ്. നിനക്ക് ടിക്ടോക്ക് എന്ന് വെച്ചാൽ ഒരു രാജ്യമാണ്. നിന്നെപ്പോൾ തന്നെ വേറൊരു മാരുണ്ട്, മെഹറുപ്പ എന്നാ മെസറപ്പിയ എന്തെന്നാ ഇതുണ്ടാക്കിയ സ്വന്തമായിട്ട് ഭരണം 2026. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊക്കെ പിടിപെട്ട രോഗമാണ്. ഞങ്ങൾക്കൊന്നും ആ രോഗമില്ല. മനസ്സിലായോ? മൈര പട്ടിത്താവളി, നീ ആണാണെങ്കിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. ഞാൻ ഒമാനിലുള്ള സലാലാണ്. ഇതിൻ്റെ ഏതെങ്കിലും പൂറന്മാരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ GTC എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും പൂറന്മാർ എനിക്ക് ദുബൈയിലേക്ക് വന്നുവിടും. ദുബൈയിലേക്ക് ഞാൻ വരിക, എനിക്ക് വിസ ടിക്കറ്റൊന്നുമില്ല. അപ്പം പൂറ ഞാൻ നാട്ടിൽ വടകര പയ്യോളി മേപ്പേര് കീപ്പേര് എന്ന സ്ഥലത്താണ്. എന്നെ അന്വേഷിച്ച് പോകണ്ട. നമ്പർ വേണമെങ്കിൽ PM വന്നാൽ ഞാൻ തരും. എനിക്ക് എൻ്റെ ID പൂട്ടിക്കണമെങ്കിൽ ഞാൻ ID പൂട്ടിച്ചു. എനിക്ക് മൈര്. ഓക്കെ, നീ വാ. നീ അവനല്ല തെറി പറയണം, എൻ്റെ കൂടി വാ. എനിക്ക് തെറിയമാർ ഇഷ്ടമല്ല.
നിന്നെപ്പോലത്തെ ചാവാലി പട്ടികളുണ്ടെങ്കിൽ തെറിയല്ല എല്ലാം വിളിക്കും കേട്ടോ. നീ ടിക്ടോക്കിൽ ഓരോരുത്തരെയും തെറിയന്മാർ നിൽക്കില്ല. ആരാടാ നീ? ആരാ ടിക്ടോക്കിൽ രാജാവാ? മൈര പട്ടിത്താവളി. നാട്ടിലാണെങ്കിൽ എൻ്റെ പുരയിലെങ്കിലും പോയി ചോദിക്കാം എന്തിനാന്ന് എന്തെങ്കിലും കുരുടീസോ എന്തെങ്കിലും ബെഷേട്ടിട്ട് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്നാടാ സ്വന്തം ഉമ്മാനെ ഒരു കുടുംബം ഒരാളെ ബലവെക്കാണ്ട് ഒരു ബഹുമാനമില്ലാണ്ട് അതബ് എന്ന് പറഞ്ഞ പഠിക്കണടാ പട്ടിത്തായോളി. പോലീസ് മൻസൂറെ പട്ടിത്തായോളി. ഞാനാ നിന്നെ തെറി വിളിച്ച് ഫേസ് കാണിച്ചിട്ട്. നീ നിൻ്റെ കൂടെ ഫേസ് കാണിച്ച് വരുന്ന ഏതെങ്കിലും പട്ടിത്തായോളികൾ ഉണ്ടെങ്കിൽ ഫേസ് കാണിച്ചിട്ട് വാ പട്ടിത്തായോളി. സുഹൃത്തുക്കളെ, ദുബായിൽ ആൺകുട്ടികളൊന്നുമില്ലേ ഈ നായിനെ അടിച്ച് കണ്ണുപൊട്ടിക്ക് അടിച്ചിട്ട് മൂക്കും പായ അടിച്ചിട്ട് പൊട്ടിച്ചാണ് ഈ നായിൻ്റെ മന പട്ടിത്തായോളി. ഞാനാണെങ്കിലും ഒമാനിലേക്ക് എനിക്ക് അങ്ങോട്ട് വന്നൂടേറ്റാ. ഇല്ലെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് പോവാ കാസർഗോഡ്, ഇല്ലെങ്കിൽ കാഞ്ഞങ്ങാട് പോവാ. കാസർഗോഡ് എങ്ങനെയെന്നല്ല അവരോട് ചോദിക്കാം. എത്ര ഉണ്ടാ കാസർഗോട്ടുകാരെ പറയിപ്പിക്കാനായിട്ട് അവരെ ഒരു ഇത് പറയിപ്പിക്കാൻ. നീ എന്തിനാടാ പട്ടിത്തായോളി പോലീസ് മൻസൂറെ? നിന്നെ ബെല്ല് വിളിക്കുന്നത് ടാപ്പിൽ ഗെയിമിന് ഉണ്ടെങ്കിൽ വാ. നീ ഡേറ്റും സമയവും കുറിച്ചോ മൈര.